വളരെ നിർണായകമായ ഒരു ദിവസമാണ്. നമ്മൾ വിചാരിക്കും 3 സ്ഥലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇത്ര വലിയ ബഹളങ്ങൾ ഉണ്ടാക്കണോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തുകൊണ്ട് വിജയകുമാർ? ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പാലക്കാട് ഇപ്പോൾ നടന്ന പോലെ ഒരു പോരാട്ടം നടന്നിട്ടില്ല. ഇല്ല. പാലക്കാട് നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇഞ്ചോടിഞ്ചോ ഫോട്ടോ ഫിനിഷാണ്. ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങാണ് പാലക്കാട്. എന്ന് വെച്ചാൽ പാലക്കാട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ സ്ഥാനാർത്ഥികളോടൊക്കെ നമ്മൾ അവസാനം ഇത് അമ്പലത്തിലും ഒക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവര് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോസ് കൂടി വെക്കും. ആ ക്ലോസ് എന്ന് പറയുന്ന സാധനമാണ് അവിടുത്തെ അടിയൊഴുക്കം. അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ക്ലോസ് ആകും. പാലക്കാട് ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്നു. ചേലക്കരയിൽ ആദ്യത്തെ ഒരു 5 റൗണ്ട് ഒക്കെ ആകുമ്പോഴേ, ഒരു 2-3 റൗണ്ട് ആകുമ്പോഴേക്കും ചേലക്കരയിൽ നമുക്ക് ചില പ്രഡിക്ഷൻസ് ഒക്കെ നടത്താം. വയനാട്ടിലും വലിയ പ്രശ്നമില്ല. പക്ഷെ പാലക്കാട് അങ്ങനെയല്ല. പാലക്കാടായിരിക്കും നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചേലക്കരയിലെ അവസ്ഥ എന്താണ്? പാലക്കാട് വയനാട് അങ്ങോട്ടും പാലക്കാട് കട്ടയ്ക്ക് അല്ലേ? ചേലക്കര സംസാരിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലേക്ക് സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആഷ്മി, ഷാഫിയൊക്കെ ഒരുപാട് ഇന്നലെ രാത്രി ആ മനുഷ്യൻ ഉറങ്ങിക്കാണത്തില്ലെന്നുള്ള ഉറപ്പാ. കാര്യം പരാജയപ്പെട്ടാലും അതായത് തല വീഴുമല്ലോ. ഒരുപാട് പേരുടെ തല വീഴും. കഴിഞ്ഞ ഒരാഴ്ച ഉറക്കമില്ല. മുഖം കണ്ടാൽ അറിയാം അല്ലേ? എന്റെ ഷാഫി ഇനി ഉറങ്ങാൻ നിന്നിട്ട് കാര്യമില്ല. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. 8 മണിക്ക് നമ്മൾ വോട്ടെണ്ണൽ തുടങ്ങും. കുറച്ച് സമയം നമ്മൾ ആത്മസംയമനം പാലിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി കേരള വിഷൻ പ്രേക്ഷകരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം 24 ഈ ദിവസം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയണം, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. പിന്നെ 100 കൊടയുടെ കാര്യം പറഞ്ഞായിരുന്നു വിജയ. പലരും എന്നോട് പേഴ്സണലി ചോദിക്കുന്നു, കൊട കിട്ടാൻ മെസ്സേജ് അയക്കുക. നിങ്ങളുടെ യൂട്യൂബിൽ വരുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം അവസാനം വരെ, ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേക സംപ്രേഷണം അവസാനിക്കുന്നത് വരെ നിങ്ങൾ യൂട്യൂബിലൂടെ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും അയക്കണമെന്നില്ല. നിങ്ങൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നിച്ചാൽ മതി. അതിൽ നിന്ന് ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ചിലപ്പോൾ സന്ദേശങ്ങൾ അയച്ചെന്ന് വരും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 100 പേർക്കായിരിക്കും ഈ കൊട കിട്ടുക. പിന്നെ 2 കൊട ആഷ്മിക്കും വിജയകുമാറിനുണ്ട്.